ഹായ് ഓൾ, വെൽക്കം ടു ഏസ് യുവർ എക്സാംസ്. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ സബ്ജക്റ്റാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് സെമസ്റ്റർ BBA സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സിൽ വരുന്ന ടോപ്പിക്കാണ് സ്പ്രെഡ്ഷീറ്റ് മോഡലിംഗ് ഫോർ ബിസിനസ്, അല്ലെങ്കിൽ ഫണ്ടമെൻറ്റൽസ് ഓഫ് സ്പ്രെഡ്ഷീറ്റ് ഇൻ ബിസിനസ്. പ്രീവിയസ് ഇയറിൽ സ്പ്രെഡ്ഷീറ്റ് മോഡലിംഗ് ഫോർ ബിസിനസ് എന്നായിരുന്നു ഈ ഒരു സബ്ജക്റ്റിൻ്റെ പേര് വന്നിരുന്നത്. എന്നാൽ ഈ ഇയറിൽ അതിന് ഫണ്ടമെൻറ്റൽസ് ഓഫ് സ്പ്രെഡ്ഷീറ്റ് ഇൻ ബിസിനസ് എന്നാണ്. അതിൻ്റെ ജസ്റ്റ് നെയിം മാത്രമാണ് ചേഞ്ച് ആയത്, അതിലുള്ള കണ്ടൻ്റ് ഒന്നും മാറിയിട്ടില്ല. സോ സിലബസ് 5 മൊഡ്യൂളായിട്ടാണ്. അതിൽ ലാസ്റ്റ് മൊഡ്യൂൾ പ്രാക്ടിക്കൽ മൊഡ്യൂളാണ്. അപ്പം 4 മൊഡ്യൂളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. സിലബസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് എൻ്റെ ചാനലിൽ തന്നെ. കാണാത്തവർക്കായിട്ട് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, മസ്റ്റായിട്ടും കാണുക. സോ നമുക്ക് ഈ വീഡിയോയിൽ സ്പ്രെഡ്ഷീറ്റ് മോഡലിങ്ങിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്, വിച്ച് ഈസ് ഇൻട്രൊഡക്ഷൻ ടു സ്പ്രെഡ്ഷീറ്റ്. സ്പ്രെഡ്ഷീറ്റിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനാണ് ഈ വീഡിയോയിൽ നമ്മൾ നടത്താൻ വേണ്ടി പോകുന്നത്. സോ ആദ്യം തന്നെ എന്താണ് സ്പ്രെഡ്ഷീറ്റ്, വാട്ട് ഈസ് എ സ്പ്രെഡ്ഷീറ്റ് നോക്കാം. എ സ്പ്രെഡ്ഷീറ്റ് ഈസ് എ ഡിജിറ്റൽ ടൂൾ ഡിസൈൻഡ് ഫോർ ഓർഗനൈസിങ്, അനലൈസിങ് ആൻഡ് സ്റ്റോറിങ് ഡാറ്റ ഇൻ എ ടാബുലർ ഫോർമാറ്റ്. അതായത് ഡാറ്റ ഒരു ടാബുലർ ഫോർമാറ്റ്, ഒരു ടേബിൾ ഫോർമാറ്റിൽ ഓർഗനൈസ് ചെയ്ത് അനലൈസ് ചെയ്ത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ ടൂളാണ് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഗ്രിഡ്സ് ഓഫ് റോസ് ആൻഡ് കോളംസ്. ഈ സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത് ഒരു ഷീറ്റ്, ആ സ്പ്രെഡ്ഷീറ്റിൽ മുഴുവൻ റോസ് ആൻഡ് കോളംസ് ആണ് ഉള്ളത്. വേർ ഡാറ്റ ക്യാൻ ബി എൻറ്റേർഡ്, മാനിപ്പുലേറ്റഡ് ആൻഡ് പ്രോസസ്ഡ് ടു ജനറേറ്റ് മീനിങ് ഫുൾ ഇൻസൈറ്റ്. ആ റോസ് ആൻഡ് കോളംസ് യൂസ് ചെയ്തിട്ട് ഡാറ്റ എൻ്റർ ചെയ്യുകയും മാനിപ്പുലേറ്റ് ചെയ്യുകയും പ്രോസസ്സ് ചെയ്യുകയും എല്ലാം ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഡിജിറ്റൽ ടൂളാണ് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഫങ്ഷൻസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് സ്പ്രെഡ്ഷീറ്റ് ഇൻ ബിസിനസ്. ബിസിനസ്സിലെ സ്പ്രെഡ്ഷീറ്റിൻ്റെ ആപ്ലിക്കേഷൻസ് എങ്ങനെയാണ് വരുന്നത്, ബിസിനസ്സിൽ ഏതൊക്കെ മേഖലകളിലാണ് സ്പ്രെഡ്ഷീറ്റ് അപ്ലൈ ചെയ്യുന്നത്. ഫസ്റ്റ് വണ്ണാണ് ഡാറ്റ ഓർഗനൈസേഷൻ. ദാറ്റ് ഈസ് സ്പ്രെഡ്ഷീറ്റ് പ്രൊവൈഡ്സ് എ സ്ട്രക്ചേർഡ് ഫ്രെയിംവർക്ക് ഫോർ സ്റ്റോറിങ് ആൻഡ് ഓർഗനൈസിങ് വാസ്റ്റ് എമൗണ്ട് ഓഫ് ഡാറ്റ എഫിഷ്യൻ്റ്ലി. എത്ര ഡാറ്റ ഉണ്ടെങ്കിലും എത്ര എമൗണ്ട് ഓഫ് ഡാറ്റ ഉണ്ടെങ്കിലും അത് എഫിഷ്യൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് ഒരു സ്ട്രക്ചേർഡ് മോഡലിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഏരിയയാണ് അല്ലെങ്കിൽ ഒരു ടൂളാണ് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബിസിനസ്സുകൾക്ക് അവരുടെ എല്ലാ റെക്കോർഡ്സും, ഇൻവെൻട്രി റെക്കോർഡ്സ്, എംപ്ലോയി റെക്കോർഡ്സ്, ഈവൻ ഹ്യൂമൻ റിസോഴ്സ് റെക്കോർഡ്സ്, കസ്റ്റമർ ഇൻഫർമേഷൻ, ഇങ്ങനെ പല പല റെക്കോർഡ്സ് ആവശ്യമായിട്ട് വരും ബിസിനസ്സിൻ്റെ കേസിൽ. സോ അങ്ങനെയുള്ള ഡാറ്റ എല്ലാം സ്റ്റോർ ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും ഹെൽപ്ഫുള്ളാണ് സ്പ്രെഡ്ഷീറ്റ്. ദെൻ സെക്കൻഡ് വൺ ഈസ് ഫിനാൻഷ്യൽ മോഡലിംഗ്. ദാറ്റ് ഈസ് ഓർഗനൈസേഷൻസ് സ്പ്രെഡ്ഷീറ്റ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ബഡ്ജറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ് നടത്തുന്നു, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ബാലൻസ് ഷീറ്റ്സ്, ഇതൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഫിനാൻഷ്യൽ മോഡലിങ്ങിന് വേണ്ടിയിട്ടും സ്പ്രെഡ്ഷീറ്റ് യൂസ് ചെയ്യാം. ദെൻ അനദർ വൺ ഈസ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. നമുക്ക് സ്പ്രെഡ്ഷീറ്റിൽ എല്ലാ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സും കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസൊക്കെ ഈസി ആയിട്ട് ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നെക്സ്റ്റ് വണ്ണാണ് പ്രോസസ് ഓട്ടോമേഷൻ. പ്രോസസ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബിസിനസ്സിന് വേണ്ട കാര്യങ്ങൾ, റിപ്പീറ്റേറ്റീവായിട്ട് ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങൾ, ഒരു എംപ്ലോയി റിപ്പീറ്റേറ്റീവായിട്ട് എഴുതി ചെയ്യേണ്ട കാര്യങ്ങൾ ഈസി ആയിട്ട് സിമ്പിളായിട്ട് സ്പ്രെഡ്ഷീറ്റിലൂടെ ചെയ്യാം. ഫോർ എക്സാമ്പിൾ പേറോൾ പ്രോസസ്സിങ്, ഇൻവെൻട്രി ട്രാക്കിംഗ്, ഇൻവോയ്സ് ജനറേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് സ്പ്രെഡ്ഷീറ്റ് ഹെൽപ്ഫുള്ളാണ്. ദെൻ ഡാറ്റ വിഷ്വലൈസേഷൻ ആൻഡ് റിപ്പോർട്ടിംഗ്. ഒരു ഡാറ്റ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിനെ ഒന്ന് ക്രോഡീകരിച്ച് വിഷ്വലൈസ്ഡ് ഫോർമാറ്റിൽ, അല്ലെങ്കിൽ ഗ്രാഫ്സ്, ചാർട്ട്, ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഡാറ്റ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും സ്പ്രെഡ്ഷീറ്റ്. ദെൻ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് ഈസ് അനദർ ഫങ്ഷൻ. അതുപോലെ തന്നെ ബിസിനസ്സിന് ഡയറക്റ്റായിട്ട് ആപ്ലിക്കേഷൻ വരുന്നത് ഫിനാൻസ് മേഖലയിൽ, ലൈക്ക് ബഡ്ജറ്റിംഗ്, ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ്, എക്സ്പെൻസ് ട്രാക്കിംഗ്, ഇൻവെസ്റ്റ്മെൻറ്റ് അനാലിസിസ്, ഇവിടെയെല്ലാം ഫിനാൻസ് മേഖലയിൽ. ദെൻ മാർക്കറ്റിംഗ് ഏരിയയിൽ കസ്റ്റമർ സെഗ്മെൻറ്റേഷൻ, ക്യാമ്പയിൻ ട്രാക്കിംഗ്, മാർക്കറ്റ് റിസർച്ച്, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളാണ്. ദെൻ ഓപ്പറേഷൻസിൻ്റെ കേസിൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, ലോജിസ്റ്റിക് പ്ലാനിങ്, അതുപോലെ തന്നെ HR ഹ്യൂമൻ റിസോഴ്സസിൻ്റെ കേസിൽ പേറോൾ പ്രോസസ്സിംഗ്, എംപ്ലോയി പെർഫോമൻസ് ട്രാക്കിംഗ്, ഇങ്ങനെയുള്ള ഏരിയാസിലൊക്കെ നമുക്ക് സ്പ്രെഡ്ഷീറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ഇതൊക്കെയാണ് ഫങ്ഷൻസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് സ്പ്രെഡ്ഷീറ്റ് ഇൻ ബിസിനസ്. ദെൻ നെക്സ്റ്റ് ഏരിയയാണ് പോപ്പുലർ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ. ഈ സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഡാറ്റ ഓർഗനൈസ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും യൂസ് ചെയ്യുന്ന ഒരു ടൂളിനെയാണ് നമ്മൾ സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത്. എന്നാൽ പല ഓപ്പറേറ്റിംഗ് സിസ്റ്റംസും പല സ്പ്രെഡ്ഷീറ്റ് അല്ലെങ്കിൽ പല പേരിലാണ് സ്പ്രെഡ്ഷീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ ഫങ്ഷൻസും ആപ്ലിക്കേഷൻസും ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ട്. പോപ്പുലർ ആയിട്ടുള്ള സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർസാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ തന്നെയാണ് മൈക്രോസോഫ്റ്റ് എക്സൽ. പേരിൽ തന്നെയുണ്ട്, മൈക്രോസോഫ്റ്റ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. സ്പ്രെഡ്ഷീറ്റ് ഏരിയയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നതും ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതുമായ
ഒരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് എക്സൽ. ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ഡാറ്റ അനലിറ്റിക്സ് ആൻഡ് വിഷ്വലൈസേഷൻ ടൂൾസ്. ദെൻ വിഷ്വൽ ബേസിക് ആപ്ലിക്കേഷൻസ് ഫോർ ഓട്ടോമേഷന് വേണ്ടിയിട്ട് വിഷ്വൽ ബേസിക് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ബിൽട്ട് ഇൻ ഫോർമുലാസ് ആൻഡ് ഫങ്ഷൻസ്, ഇതിൻ്റെ ഉള്ളിൽ തന്നെ ബിൽട്ട് ഇൻ ആയിട്ടുള്ള ഫോർമുലാസ് ആൻഡ് ഫങ്ഷൻസ് അവൈലബിൾ ആയിരിക്കും. ദെൻ സീംലെസ് ഇൻറ്റഗ്രേഷൻ വിത്ത് മൈക്രോസോഫ്റ്റ് ഓഫീസ് ആൻഡ് ക്ലൗഡ് സർവീസ്, മൈക്രോസോഫ്റ്റ് ഓഫീസും മൈക്രോസോഫ്റ്റ് ക്ലൗഡ് സർവീസും ആയിട്ടുള്ള ഇൻറ്റഗ്രേഷൻ ഉണ്ടാവും. ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജസ് പറയാനാണെങ്കിൽ പ്രൊഫഷണൽസ് ആൻഡ് കോർപ്പറേറ്റ് എൻവയോൺമെൻറ്റ്സിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ലാർജ് ഡാറ്റ സെറ്റ്സിന്, കോംപ്ലക്സ് കാൽക്കുലേഷൻസിന് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദെൻ എക്സ്റ്റൻസീവ് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഓൾസോ അവൈലബിൾ. ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് മെയിനായിട്ടും ഇതിന് മൈക്രോസോഫ്റ്റിൻ്റെ പെയ്ഡ് ലൈസൻസ് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ റിസോഴ്സ് ഇൻറ്റൻസീവ് ആണ്, ഹൈ സിസ്റ്റം പെർഫോമൻസ് ഒക്കെ ആവശ്യമായിട്ട് വരും കൂടുതൽ ഡാറ്റയൊക്കെ മാനേജ് ചെയ്യാനായിട്ട്. ദെൻ ലിമിറ്റഡ് റിയൽ ടൈം കൊളാബറേഷൻ, അറ്റ് എ ടൈം പലരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ, ഒരു ടീം വർക്ക് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. സോ ഇങ്ങനത്തെ കുറച്ച് അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട് മൈക്രോസോഫ്റ്റ് എക്സൽ. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഗൂഗിൾ ഷീറ്റ്സ്. ഞാനത് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ് ഗൂഗിൾ ഷീറ്റ് എന്ന് പറയുന്നത്. ഇത് ഗൂഗിൾ വർക്ക് സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ ഗൂഗിൾ ഷീറ്റ് ഈസ് എ ക്ലൗഡ് ബേസ്ഡ് സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷൻ നോൺ ഫോർ ഇറ്റ്സ് റിയൽ ടൈം കൊളാബറേഷൻ ആൻഡ് ഇൻറ്റഗ്രേഷൻ വിത്ത് ഗൂഗിൾ വർക്ക് സ്പേസ്. സോ ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്ന ഈ സ്പ്രെഡ്ഷീറ്റിൻ്റെ പേരാണ് ഗൂഗിൾ ഷീറ്റ്സ്. ഇത് ഒരു ക്ലൗഡ് ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ റിയൽ ടൈം കൊളാബറേഷൻ, അറ്റ് എ ടൈം ഒരു ടീം വർക്ക് ആയിട്ടുള്ള പല ഏരിയയിലുള്ളവർക്ക് ഒരേ സമയം ഒരേ വർക്ക് ഷീറ്റിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് തന്നെ ഇതാണ്. മൾട്ടിപ്പിൾ യൂസേഴ്സ് അറ്റ് എ ടൈം. ദെൻ ക്ലൗഡ് സ്റ്റോറേജ് ഉണ്ട്. ദെൻ ഇൻറ്റഗ്രേഷൻ വിത്ത് ഗൂഗിൾ ആപ്സ് ആൻഡ് സപ്പോർട്ട് ആഡ് ഓൺസ് ആൻഡ് സ്ക്രിപ്റ്റ്സ് ഫോർ ഓട്ടോമേഷന് വേണ്ടിയിട്ട് ആഡ് ഓൺസ് ആൻഡ് സ്ക്രിപ്റ്റ്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഗൂഗിൾ അക്കൗണ്ടുള്ള ആർക്കും ഫ്രീ ആയിട്ട് അത് യൂസ് ചെയ്യാം. ദെൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിമോട്ട് കൊളാബറേഷൻ ആൻഡ് ടീം വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ആക്സസിബിൾ ഫ്രം എനി ഡിവൈസ് വിത്ത് ഇൻ്റർനെറ്റ് കണക്ഷനുള്ള ഏതൊരു ഡിവൈസിലും നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ ലിമിറ്റേഷൻസ് പറയുന്നത് എക്സലിനെ അപേക്ഷിച്ച്, മൈക്രോസോഫ്റ്റ് എക്സലിനെ അപേക്ഷിച്ചിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽസ് ആൻഡ് ഫിനാൻഷ്യൽ ഫങ്ഷൻസ് അത്ര അഡ്വാൻസ്ഡ് ആയിട്ടൊന്നും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ദെൻ ലാർജ് ഡാറ്റ സെറ്റ്സ് ഒക്കെ വരുമ്പോൾ ഇത് സ്ട്രഗിൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് കണക്ഷൻ മസ്റ്റാണ്, ഇൻ്റർനെറ്റ് ഇല്ലാതെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നെക്സ്റ്റ് വൺ ആണ് ആപ്പിൾ നമ്പേഴ്സ്. ആപ്പിൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ്. സിംപ്ലിസിറ്റി ആൻഡ് വിഷ്വൽ എസ്തെറ്റിക്സിനാണ് ഇവർ മെയിനായിട്ട് ഫോക്കസ് കൊടുത്തിരിക്കുന്നത്. ദെൻ അതുപോലെ തന്നെ വേറെ ഒരെണ്ണമാണ് ലിബ്രെ ഓഫീസ് കാൽക്ക്. ഇതൊരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ ഉബുണ്ടു അല്ലെങ്കിൽ ലിനക്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന സ്പ്രെഡ്ഷീറ്റാണ് ലിബ്രെ ഓഫീസ് കാൽക്ക്. ആൻഡ് ഇതൊരു ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് തന്നെ ഒരു ഫ്രീ സോഫ്റ്റ്വെയറും കൂടിയാണ്. ആർക്ക് വേണമെങ്കിലും ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് സ്പ്രെഡ്ഷീറ്റ് ഓപ്പറേഷൻസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് എക്സൽ ഫയൽ ഫോർമാറ്റ്സ് എല്ലാം ഇതിലും സപ്പോർട്ടാവും. ദെൻ ഡാറ്റ പ്രോസസ്സിംഗ് ആൻഡ് ചാർട്ടിംഗ് ടൂൾസ് ഒക്കെ ഉണ്ട്. വിൻഡോസ്, മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ലിനക്സ് ഇതിലെല്ലാം ഇത് അവൈലബിൾ ആയിരിക്കും. അഡ്വാൻറ്റേജസ് മെയിനായിട്ട് പറയുന്നത് ഫ്രീ ആണ്, ഓപ്പൺ സോഴ്സ് ആണ്. എക്സലിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഇതിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. ആൻഡ് ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലാതെ തന്നെ ഇത് അവൈലബിൾ ആയിരിക്കും. സോ ഡിസഡ്വാൻറ്റേജസിൽ മെയിനായിട്ടും പറയുന്നത് റിയൽ ടൈം കൊളാബറേഷൻ അവൈലബിൾ അല്ല, ലിമിറ്റഡ് റിയൽ ടൈം കൊളാബറേഷൻ. സോ ഇങ്ങനെ 4 ടൈപ്പ് ഓഫ് പോപ്പുലർ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർസ് ആണുള്ളത്. ഒന്ന് മൈക്രോസോഫ്റ്റ് എക്സൽ, ദെൻ ഗൂഗിൾ ഷീറ്റ്സ്, ആപ്പിൾ നമ്പേഴ്സ് ആൻഡ് ലിബ്രെ ഓഫീസ് കാൽക്ക്. ദെൻ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് സ്പ്രെഡ്ഷീറ്റ് ലേൺ ചെയ്തുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് സ്പ്രെഡ്ഷീറ്റ്സ് പഠിക്കുന്നത്, വൈ ലേൺ സ്പ്രെഡ്ഷീറ്റ്സ്. സോ സ്പ്രെഡ്ഷീറ്റ് സ്കിൽ എന്ന് പറയുന്നത് പ്രൊഫഷണൽസിനും അക്രോസ് ഓൾ ഇൻഡസ്ട്രീസ്, ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും പ്രൊഫഷണൽസിനൊക്കെ അത്യാവശ്യമായി വേണ്ട ഒരു സ്കില്ലാണ് സ്പ്രെഡ്ഷീറ്റ് സ്കിൽ എന്ന് പറയുന്നത്. സോ ബെനിഫിറ്റ്സ് ഓഫ് മാസ്റ്ററിങ് സ്പ്രെഡ്ഷീറ്റ്സ് ഇൻക്ലൂഡ്സ് ഒന്ന് വേഴ്സറ്റാലിറ്റി, ദാറ്റ് ഈസ് ഡൈവേഴ്സ് ഫീൽഡ്സിൽ ഇൻക്ലൂഡിങ് ഫിനാൻസ്, അക്കൗണ്ടിങ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ് ഇതിലെല്ലാം സ്പ്രെഡ്ഷീറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ their adaptability makes them a universal tool for data management and analysis. നമ്മൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്താലും സോ ഈ സ്പ്രെഡ്ഷീറ്റിൻ്റെ സ്കില്ല് ആവശ്യമായിട്ട് വരും. നെക്സ്റ്റ് വൺ ആണ് എഫിഷ്യൻസി, ദാറ്റ് ഈസ് റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്കുകൾ, കാൽക്കുലേഷൻസ്, ഡാറ്റ എൻട്രി ഇതൊക്കെ എഫിഷ്യൻ്റായിട്ട് വിത്തൗട്ട് എനി എറർ ചെയ്യും. അതുപോലെ തന്നെ ആൾക്കാരുടെ ടൈമും സേവ് ചെയ്യും. ദെൻ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ബിസിനസ്സുകൾക്കൊക്കെ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആണ്. ദെൻ കൊളാബറേഷൻസ്, നമ്മൾ പറഞ്ഞു ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള സ്പ്രെഡ്ഷീറ്റ് ടൂൾസിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു. സോ റിയൽ ടൈം കൊളാബറേഷൻസ് പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഒരു ടീം വർക്കായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് സ്പ്രെഡ്ഷീറ്റിൻ്റെ സ്കില്ല് അത്യാവശ്യമായിട്ട് വരും.
ദെൻ കരിയർ അഡ്വാൻസ്മെൻറ്റ്, ദാറ്റ് ഈസ് ജോബ് മാർക്കറ്റിൽ സ്പ്രെഡ്ഷീറ്റിൻ്റെ സ്കിൽസ് ഉള്ളവർക്ക് കൂടുതൽ പ്രിഫറൻസസ് ഉണ്ട്. സോ നിങ്ങളുടെ കരിയർ അഡ്വാൻസ്മെൻറ്റിന് വേണ്ടിയിട്ട് സ്പ്രെഡ്ഷീറ്റിൻ്റെ സ്കില്ലുകളൊക്കെ അത്യാവശ്യമായിട്ട് വരും. സോ ഇതൊക്കെ കാരണങ്ങൾ കൊണ്ട് തന്നെ സ്പ്രെഡ്ഷീറ്റ്സ് നമ്മുടെ ഡെയിലി ലൈഫിൽ സ്പ്രെഡ്ഷീറ്റിൻ്റെ സ്കില്ലിൻ്റെ അത്യാവശ്യമുണ്ട്. സോ വൈ ലേൺ സ്പ്രെഡ്ഷീറ്റ് എന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ് പറയേണ്ടത്, അല്ലെങ്കിൽ വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ലേണിംഗ് സ്പ്രെഡ്ഷീറ്റ്സ് എന്ന് പറഞ്ഞാൽ. സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കീ കോമ്പണൻറ്റ്സ് ഓഫ് എ സ്പ്രെഡ്ഷീറ്റ് ഇൻ്റർഫേസ്. ഒരു സ്പ്രെഡ്ഷീറ്റ് ഇൻ്റർഫേസിൻ്റെ കീ കോമ്പണൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ കാണുന്നതാണ് ഒരു സ്പ്രെഡ്ഷീറ്റ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ എക്സലാണ് ഇവിടെ കാണിക്കുന്നത്. സോ ഇതിൽ വരുന്ന കോമ്പണൻറ്റ്സ്, കീ കോമ്പണൻറ്റ്സ് എന്തൊക്കെയാണ്, അതൊക്കെ ഏത് ഏരിയയിലാണ് വരുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് സ്പ്രെഡ്ഷീറ്റ് ടൈറ്റിൽ. സ്പ്രെഡ്ഷീറ്റ് ടൈറ്റിൽ ഡിസ്പ്ലേസ് ദ നെയിം ഓഫ് യുവർ സ്പ്രെഡ്ഷീറ്റ്. സ്പ്രെഡ്ഷീറ്റിൻ്റെ നെയിം കാണിക്കുന്ന ഏരിയയാണ് സ്പ്രെഡ്ഷീറ്റ് ടൈറ്റിൽ എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് കാണാം ബുക്ക് 1 എക്സൽ എന്ന് പറഞ്ഞിട്ടാണ് ഇത് ഓപ്പൺ ആയിട്ട് വന്നിരിക്കുന്നത്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവുന്ന, ഡിഫോൾട്ടായിട്ട് ഓപ്പൺ ആവുന്നതാണ് ബുക്ക് 1, ബുക്ക് 2 എന്ന് പറഞ്ഞിട്ട്. ഇനി നിങ്ങൾ സേവ് ചെയ്ത് ഓൾറെഡി ഒരു പേരിൽ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നെയിം ആയിരിക്കും ഇവിടെ കാണിക്കുന്നുണ്ടാവുക. സോ ഈ ഒരു ഏരിയനെയാണ് സ്പ്രെഡ്ഷീറ്റ് ടൈറ്റിൽ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ ആണ് കോളം ലെറ്റേഴ്സ്. കോളം ലെറ്റേഴ്സ് എന്ന് പറയുന്നത് സ്പ്രെഡ്ഷീറ്റിലെ ഓരോ കോളവും റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റേഴ്സിനെയാണ് കോളം ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാം ഇങ്ങനെ വെർട്ടിക്കലായിട്ട് കൊടുത്ത ഏരിയാസിനെയാണ് നമ്മൾ കോളംസ് എന്ന് പറയുന്നത്. സോ കോളംസ് ആർ റെപ്രസെൻറ്റഡ് ബൈ ആൽഫബറ്റിക്സ്. സോ ABCD എന്ന് പറഞ്ഞ ഓരോ ആൽഫബറ്റ്സ് ആണ് കോളംസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ തേർഡ് വൺ ആണ് റോ നമ്പേഴ്സ്. റോ നമ്പേഴ്സ് കോളം പോലെ തന്നെ കുറേ റോസും ഉണ്ട്. സോ റോസ് നമ്പേഴ്സിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 1 2 3 എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആയിട്ടുള്ള റോസും ഈ ഇൻ്റർഫേസിൽ അവൈലബിൾ ആയിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സെൽസ്. സെൽസ് എന്ന് പറയുന്നത് ഈ റോസ് ആൻഡ് കോളംസ്, റോസും കോളംസും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ ഒരു ഏരിയനെയാണ് നമ്മൾ ഒരു സെല്ലെന്ന് പറയുന്നത്. സോ കുറേ സെല്ലുകളുണ്ട്. ഓരോ സെല്ലും ഇൻഡിവിജ്വലി നെയിംഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻഡിവിജ്വലി അതിന് സെപ്പറേറ്റ് നെയിംസ് ഉണ്ടായിരിക്കും. സോ ഇവിടെ നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു സെല്ലിൻ്റെ നെയിം എന്ന് പറയുന്നത് ഈ കോളം, ഇ എന്ന് പറഞ്ഞ കോളത്തിൽ 8ാമത്തെ റോയിൽ വരുന്നതാണ്. സോ ഇതുകൊണ്ട് തന്നെ ഈ സെല്ലിൻ്റെ നെയിം എന്ന് പറയുന്നത് E8 ആയിരിക്കും. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം ആ സെല്ലിൻ്റെ നെയിം എഴുതുന്ന ഏരിയയാണ് E8 എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ആണ് ആക്റ്റീവ് സെൽ. ആക്റ്റീവ് സെൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വൺസ് സെലക്ട് ചെയ്തിരിക്കുന്ന സെല്ലിനെയാണ് ആക്റ്റീവ് സെൽ എന്ന് പറയുക. കുറേ സെൽസ് അവൈലബിൾ ആണ്, നമ്മൾ ഏതാണ് സെലക്ട് ചെയ്യുന്നത് ആ ഒരു സെല്ലിനെയാണ് ആക്റ്റീവ് സെൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഷീറ്റ് ടാബ്. ഷീറ്റ് ടാബ് എന്ന് പറഞ്ഞാൽ ഇതൊരു വർക്ക് ബുക്കാണ്, എക്സലിൻ്റെ ഒരു വർക്ക് ബുക്കാണ്. ആ വർക്ക് ബുക്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും ഷീറ്റുകൾ, ഓരോരോ പേജസ് പോലെ ഷീറ്റ് കാണിക്കാം. സോ ഈ താഴെ കാണുന്ന ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 എന്ന് പറഞ്ഞ ഏരിയനെയാണ് ഷീറ്റ് ടാബ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഷീറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ആഡ് കാണാം, അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷീറ്റ് 4. അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും പേജസ് ആഡ് ചെയ്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഒരൊറ്റ വർക്ക് ബുക്കിൽ തന്നെ. നെക്സ്റ്റ് വൺ ആണ് മെനു ആൻഡ് ടൂൾ ബാർ. മെനു ആൻഡ് ടൂൾ ബാർ ആർ ലൊക്കേറ്റഡ് അറ്റ് ടോപ്പ്, പ്രൊവൈഡിങ് ആക്സസ് ടു വേരിയസ് കമാൻഡ്സ് ആൻഡ് ടൂൾസ് ഫോർ മാനേജിങ് ആൻഡ് ഫോർമാറ്റിംഗ് ദ സ്പ്രെഡ്ഷീറ്റ്. സ്പ്രെഡ്ഷീറ്റ് മാനേജ് ചെയ്യാനും ഫോർമാറ്റ് ചെയ്യാനും ഈ ടോപ്പ് ഏരിയയിൽ കൊടുത്തിരിക്കുന്ന ടൂൾസിനെയാണ് ടൂൾസ് കൊടുത്തിരിക്കുന്ന ആ ഒരു ഏരിയനെയാണ് മെനു ആൻഡ് ടൂൾ ബാർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഫോമുല ബാർ. ഫോമുല ബാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സലിൽ നമുക്ക് ഫോമുലാസ് ആൻഡ് ഫങ്ഷൻസ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ഫോമുല എവിടെയാണോ കാണിക്കുന്നത് അതിനെയാണ് ഫോർമുല ബാർ എന്ന് പറയുന്നത്. ഈ ഒരു ഏരിയനെയാണ് ഫോർമുല ബാർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ സെല്ലിലാണ് ഫോമുല കൊടുക്കുന്നത് എങ്കിലും ഈ ഒരു സെല്ലിൽ ഫോർമുല കൊടുത്താലും ആ ഫോർമുല ബാറിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഫോർമുലാസ് എഴുതി വരും. ദെൻ നെക്സ്റ്റ് വൺ ആണ് നെയിം ബോക്സ്. നെയിം ബോക്സ് എന്ന് പറഞ്ഞാൽ ഒരു ആക്റ്റീവ് സെൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന, ആക്റ്റീവ് സെല്ലിൻ്റെ നെയിം ഡിസ്പ്ലേ ചെയ്യുന്ന ഏരിയനെയാണ് നെയിം ബോക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു സെല്ലിൻ്റെ നെയിം നമുക്കിവിടെ കാണാം, H8 എന്ന് പറഞ്ഞിട്ട് നെയിം ഇവിടെ കാണാം. സോ ഈ ഒരു ഏരിയനെയാണ് നെയിം ബോക്സ് എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് കോണ്ടെക്സ്റ്റ് മെനു. കോണ്ടെക്സ്റ്റ് മെനു എന്ന് പറയുന്നത് നമ്മളൊരു സെല്ല് സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിനെയാണ് കോണ്ടെക്സ്റ്റ് മെനു എന്ന് പറയുന്നത്. ആ ഒരു സെലക്റ്റഡ് സെല്ല് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പുതിയ സെൽ ഇൻസേർട്ട് ചെയ്യണോ, ഡിലീറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ അതിന് ഫോർമാറ്റ് ചെയ്യണോ, നോട്ട് ആഡ് ചെയ്യണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഏരിയയാണ്, അല്ലെങ്കിൽ ഒരു മെനു, കുറേ ടൂൾസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് കോണ്ടെക്സ്റ്റ് മെനു എന്ന് പറയുന്നത്. സോ ഇത്രയാണ്
സ്പ്രെഡ്ഷീറ്റിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത് സ്പ്രെഡ്ഷീറ്റിനെ കുറിച്ചിട്ട് എന്താണ് സ്പ്രെഡ്ഷീറ്റ്, അതിൽ വരുന്ന കോമ്പണൻസ് എന്തൊക്കെയാണ്, സ്പ്രെഡ്ഷീറ്റിൻ്റെ വേരിയസ് സോഫ്റ്റ്വെയർസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്പ്രെഡ്ഷീറ്റ് ഏതൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമുക്ക് മൈക്രോസോഫ്റ്റ് എക്സലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. സോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്